അമ്മ എന്റെ ബെഡി കിടന്ന നീല ഷർട്ട് അവിടെ. അതെല്ലാം ഞാൻ രാവിലെ കഴുകാൻ ഇട്ടു. കഴുകായിട്ടാ? എന്റെ പുതിയ ഷർട്ടാണ് അമ്മ, ഞാൻ ഇതൊരു ഇട്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഞാൻ മേലെ എന്റെ ഡ്രസ്സിൽ തൊട്ട് വരുന്നു. ഇല്ല, തൊടുന്നില്ല. നാളെ തൊട്ട് നീ തന്നെ കഴിക്കോ. സ്വന്തം ഡ്രസ്സ് എടുത്ത് വാഷിംഗ് മെഷീനിൽ പോയി ഇടാത്തവരാണ് കിടന്ന് വാചം അടിക്കുന്നത്. ഈ പറയണ അമ്മക്ക് ഈ വീട്ടുപണി മാത്രമേ ഉള്ളൂ, മരവർക്കിന് വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇനി ചെയ്യാൻ പറ്റില്ല പറ, ഞാൻ ചെയ്തോളാം. ഓ, നിങ്ങളെ കൊണ്ട് മടുത്ത്. രാവിലെ എന്നെ തുടങ്ങിയ വിഷു. അമ്മ എന്റെ ഹെയർ ക്ലിപ്പ് കണ്ട? ഞാനൊന്നും കണ്ടില്ല അമ്മ. ഞാൻ റൂമിലൊക്കെ നോക്കി അമ്മ, ഒന്ന് തപ്പിത്താ അമ്മ. ഈ കാണാതെ പോയ സാധനമൊക്കെ കണ്ടുപിടിച്ചൊരു അമ്മയെക്കാൾ വലിയ ഡിറ്റക്റ്റീവ് ഈ ലോകത്ത് വേറെ ആരും ഇല്ലല്ലോ. നീ നിന്റെ ബാഗിലൊക്കെ നോക്കിയോ? ആ കണ്ട, ഇതാണ് അമ്മ. അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. പോകുന്നോ? എന്തെങ്കിലും കഴിച്ചിട്ട് കൂടി. ഇന്ന് നികിതയുടെ അമ്മ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് ഫുഡ് അടിച്ചോളാം. ഇങ്ങനെ വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കത്തില്ലായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, ഇതിപ്പോ ഡിന്നറിന് എടുത്താ പോരെ, രാത്രി ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പൊ ശരിയാ, ബൈ. ഇതാ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ട. നല്ല ആളാ. 1 hour ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അല്ല, ഞാൻ വാങ്ങിച്ചത് ബ്ലൂ ഷർട്ടോടെ ഫിറ്റിംഗ് കറക്റ്റല്ലേ? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കണേ നല്ലത്. രാവിലെ തന്നെ അമ്മ എടുത്ത് നനക്കായിട്ട് അതിന്റെ പേരിൽ അമ്മയായിട്ട് വഴക്കിട്ടിട്ടാ നിന്നെ കാണാൻ വന്നു. ആ, ഇതാണ് ആണുങ്ങളുടെ മെയിൻ പ്രശ്നം. ഗേൾഫ്രണ്ടിനോട് ചക്കര തേനേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും, എന്നിട്ട് അമ്മയുടെ തുറന്ന് ചാടും. നാളെ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കില്ല എന്ന് ആർക്കറിയാം. എടി, കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ എന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആ, അതിപ്പല്ലേ. ഈ ഫേസിലെ സ്നേഹം വെച്ചിട്ട് ആരും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റൂല. അല്ല, നിനക്ക് നിന്റെ അമ്മയുടെ ബർത്ത്ഡേ എന്നറിയോ? ആ, ഡേറ്റ് പോലും ഓർമ്മയില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ട് 1 വർഷമല്ലേ ആവുന്നുള്ളൂ. എന്നിട്ട് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കാനും എന്നെ ഹാപ്പി ആക്കാനൊക്കെ നീ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ലൈഫ് ലോങ് നിന്റെ കൂടെയുള്ള അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ആദ്യം നീ നിന്റെ അമ്മയെ ഹാപ്പി ആക്കാം, എന്നാലും ഞാനും ഹാപ്പി ആവും. അതൊക്കെ നമുക്ക് ശരിയാക്കാടി. അതെ, ഇനിയും പോയില്ലെങ്കിൽ പടം തുടങ്ങും. നമുക്ക് പോയാലോ? വാ. നീ ഇന്ന് എവിടെ പോയിട്ടാടി വരുന്നേ? കോളേജില്. കള്ളം പറയുന്ന സിനിമയ്ക്കല്ലേടി നീ പോയത്? അമ്മയ്ക്ക് എന്താ വട്ടായോ? ഞാൻ അവിടത്തും പോയൊന്നുമില്ല. വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. അപ്പുറത്തെ ദീപേന്റെ എല്ലാം വിളിച്ച് പറഞ്ഞു. പോയി, അതിനിപ്പോ എന്ത് വേണം? ചോദിച്ചാലും അമ്മ വിടത്തില്ല. ഇനി അത് വിട്ടാ തന്നെ ഓരോ അരമണിക്കൂറിൽ എന്തായി എവിടെ എത്തിയും ചോദിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പറയാത്ത. രേവു, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരട്ടെ. ഒരു സിനിമയ്ക്കല്ലേ പോയുള്ളൂ, വേറൊന്നും ചെയ്തില്ലല്ലോ. അമ്മ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഈ അമ്മയെ കൊണ്ട് മടുത്ത്. ഡി, നീ എന്തിനാ അമ്മയുടെ തരം ചാടുന്നേ? ഇതാരീ പറയുന്നേ? വലിയ പുണ്യാളൻ. നിന്റെ അത്ര എന്തായാലും ഞാൻ അമ്മയുടെ ചാടാറില്ല. അല്ല, നീ ഏത് സിനിമയ്ക്കാ പോയെ? നീ പോയ അതേ സിനിമയ്ക്ക് തന്നെ ഞാനും പോയെ. ഞാൻ നിന്നെ കണ്ടില്ലല്ലേ? അതിന് നീ പടയെ നേരെ കണ്ടില്ലല്ലോ. അവളെയും വായി നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് വിട്. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണ്ട. നീ മോളോട്ടോ. എടി, നമ്മളിനി അമ്മയുടെ ദേഷ്യപ്പെടല്. അമ്മ പാവല്ലേ. നമുക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്താലോ? നിനക്കിത് എന്ത് പറ്റി പെട്ടെന്ന്? നിന്റെ അവള് വല്ലതും പറഞ്ഞു കാണും. പറഞ്ഞത് അവള് തന്നെ. പക്ഷെ അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മൾ ഇന്നേ വരെ അമ്മയുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അമ്മയുടെ ബർത്ത്ഡേ എന്നാ? അമ്മയുടെ ബർത്ത്ഡേ ജൂലൈ എന്തോ ആണ്. ഇനിയിപ്പൊ ആനിവേഴ്സറി ഒന്നും അടുത്തില്ല. മറ്റന്നാ ന്യൂ ഇയർ ഇല്ലേ? അപ്പൊ സർപ്രൈസ് കൊടുത്താലോ? ആ, അത് കൊള്ളാം. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാ ഒരു പിടിയുമില്ല. അച്ഛനോട് ചോദിച്ചാലോ? അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ശരി, കാണാം നമുക്ക്. അച്ഛാ, നമ്മൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ഇടുക. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? അമ്മയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം? അച്ഛയല്ലേ അമ്മയുടെ ഭർത്താവ്. പിന്നെ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് അപ്പുറത്തെ വീട്ടിൽ അങ്ങളിനോട് പോയി ചോദിക്കാൻ പറ്റുമോ? അച്ഛനാണ് അത്ര അച്ഛൻ. കഷ്ടം തന്നെ. കേട്ടില്ല രഘു, 35 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുന്നു. സ്വന്തം ഭാര്യയുടെ ഇഷ്ടം പോലെ അറിഞ്ഞൂടെ. എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ ഒത്തിരി സമയം നിന്ന് ജോലി ചെയ്യാനൊന്നും വയ്യ. കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. നമുക്ക് കോട്ടക്കിൽ കൊണ്ടുവന്ന് കാണിക്കാം. നിങ്ങൾക്ക് രേവുവിൻ്റെ അടുത്ത് ഇത്തിരി കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? ബെസ്റ്റ് ആളാ. കഴിച്ച പ്ലേറ്റ് പോലും എടുത്ത് സിങ്കിലിടില്ല. പിന്നെ എന്നെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പിള്ളേരുടെ ചില സമയത്ത് സംസാരം ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വില ഈ പിള്ളേരിനെ ഒന്ന് മനസ്സിലാക്കും. അവർക്കിനി പിള്ളേരൊക്കെ ആയി നമ്മുടെ സ്റ്റേജ് എത്തുമ്പം താനേ മനസ്സിലായിക്കൊള്ളൂ. അല്ലാതെ എവിടെ നിന്ന് മനസ്സിലാവാനാ? മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ നമ്മൾ എന്നെ കാണൂല. നീ അത് വിട്, പിള്ളേരല്ലേ. പിന്നൊരു കാര്യം, നിനക്ക് ശരിക്കും വല്ല ആഗ്രഹമുണ്ടോ? ആഗ്രഹം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്.
എന്റെ നല്ല കാലത്ത് പോലെ ഒരൊറ്റ ആഗ്രഹം സാധിച്ചു തന്നിട്ടില്ല. എന്നിട്ടിപ്പോ ഓരോന്നും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ചോദിക്കണ്ട. അമ്മയ്ക്ക് അതിൽ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്തു പറ്റി? ഇന്നലെ അച്ഛനും ചോദിച്ചു രാത്രിയില്. എന്തു പറ്റി എല്ലാവർക്കും? ഒന്നുമില്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണുമല്ലോ. അതുപോലെ അമ്മയുടെ ആഗ്രഹം എന്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ആഗ്രഹോ? ഓ, എനിക്കെന്താഗ്രഹം, എന്നെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടിയാൽ കൊള്ളായിരുന്നു. ലീവ് എടുക്കാൻ അതിന് അമ്മ വല്ല ജോലിക്ക് പോകണുണ്ടോ? എന്താടി ഈ 365 ദിവസവും ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും ജോലിയായിട്ട് നിനക്ക് തോന്നണില്ലേ? ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് കാലെല്ലാം ഭയങ്കര വേദനയാണ്. ഒരു ദിവസമെങ്കിലും എണ്ണയുടെ കുഴമ്പിന്റെ മണം ഇല്ലാതൊന്ന് ഉറങ്ങിയാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. മക്കളെ, നിങ്ങളെ രണ്ടുപേരും എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് വെച്ച ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. സത്യം പറയാല്ല, അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇന്നാണ്. അതുകൊണ്ട് ഈ ന്യൂ ഇയർ ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ ജനിച്ച അന്നു മുതൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന, നമ്മുടെ ജീവിതം തന്നെ എളുപ്പമാക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്മ. പക്ഷെ കഷ്ടം എന്തെന്നാൽ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന അമ്മമാരോട് തന്നെയായിരിക്കും നമ്മൾ മക്കളെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. നമ്മൾ എത്ര വേദനിപ്പിച്ചാലും, നമ്മൾ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ കേട്ട് അവരുടെ കണ്ണ് നിറഞ്ഞാലും അടുത്ത സെക്കൻഡ് അവർ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 100% കോൺഫിഡൻസോടെ പറയാം, നമ്മളെ ഈ ലോകത്ത് ഇത്രയും സ്നേഹിക്കാൻ നമുക്ക് പോലും പറ്റില്ല. ഒരായുഷ്കാലം മുഴുവൻ നമ്മളെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്ന, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ അമ്മമാരെ പറ്റി, അവരുടെ സന്തോഷത്തെ പറ്റി നമ്മൾ മക്കൾ ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ഈ ന്യൂ ഇയറിന് വേറെ എന്ത് റെസൊല്യൂഷൻ എടുത്തില്ലേലും നമ്മുടെ അമ്മമാരോട് ദേഷ്യപ്പെടില്ലെന്നൊരു റെസൊല്യൂഷൻ നിങ്ങൾ എടുക്കുക. ഇനി വീട്ടിൽ വന്നാലുടനെ നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് പോവാതെ കുറച്ചു നേരം അവരോടിരുന്ന് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അവരുടെ സന്തോഷത്തിന് നിങ്ങൾ ഇനി കാരണമാകും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. താങ്ക് യു. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ അമ്മമാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് താഴെ കമന്റ് ചെയ്യുക. ഓരോ അമ്മമാരുടെ മനസ്സിലും സന്തോഷം നിറയാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talksന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്നു.